ദുനിയാവ് നമുക്ക് എത്ര ഇടുങ്ങിയാലും, എത്ര കടുപ്പമുള്ള വേദനകൾ നാം സഹിക്കേണ്ടി വന്നാലും, നമ്മുടെ നാഡി ഞരമ്പുകൾ മുറുകിയാലും, വേദനകൾ എത്ര കടുപ്പമുള്ളതാണെങ്കിലും, കാര്യങ്ങൾ നാം ഉദ്ദേശിക്കുന്നത് പോലെയല്ല സംഭവിക്കുന്നതെങ്കിൽ പോലും ഒരിക്കലും നീ ക്ഷീണിതനാകരുത്, അസ്വസ്ഥനാകരുത്, കോപിഷ്ഠനാകരുത്, ക്ഷീണിക്കരുത്. നാം വിശ്വാസി ക്ഷീണിക്കാൻ പാടില്ല. നീ ക്ഷീണിക്കുമെന്നറിയാനാ? ഇല്ല, ക്ഷീണിച്ചിട്ടില്ല. ഓരോ വേദന വരുമ്പോഴും തല ഉയർത്തി ഗൗരവത്തോടുകൂടി അന്തസ്സോടുകൂടി റബ്ബിനെ നോക്കാൻ നമുക്ക് കഴിയണം. ഓരോ അസ്വസ്ഥതകൾ വരുമ്പോഴും ആ അസ്വസ്ഥത നമ്മുടെ ഹൃദയത്തെയോ മനസ്സിനെയോ ബാധിക്കാത്ത അവസ്ഥ വരണം. ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും അള്ളാഹുവിനെ കൂടുതൽ ഇഷ്ടപ്പെടാനും തൃപ്തിപ്പെടാനും നമുക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതുപോലെ ഫൽ ബലാഉ യദ്ഹബ് വയബ്ഖാ അസറു വഅജ്റു. നോക്കൂ, ഈ ബലാ നീങ്ങും, പ്രശ്നങ്ങൾ നീങ്ങും, പ്രതിസന്ധികൾ നീങ്ങും. പിന്നെ എന്താ ബാക്കിയാകുക? അതിൻ്റെ അടയാളങ്ങൾ ബാക്കിയാകും. എന്തായിരുന്നു അതിൻ്റെ അടയാളങ്ങൾ? എങ്ങനെയായിരിക്കണം അതിൻ്റെ അടയാളങ്ങൾ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതുപോലെ അജ്റുഹു, അതിൻ്റെ പ്രതിഫലം ബാക്കിയാകും. അതൊക്കെ നിശ്ചയിക്കപ്പെടുന്നത് എങ്ങനെയാണ് പ്രതിസന്ധികളെ നാം കൈകാര്യം ചെയ്തത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹീഹായ ഹദീസിൽ പഠിപ്പിച്ചത് ഇന്ന അഅ്ളമൽ ജസാഇ മാ അഅ്ളമിൽ ബലാ. ഏറ്റവും നല്ല പ്രതിഫലം കിട്ടുക ഏറ്റവും കടുപ്പമുള്ള പരീക്ഷണങ്ങളുടെ കൂടെയാണ്.